ജനുവരി 2025 ബഡ്ജറ്റിന് ശേഷം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പോസിറ്റീവായിട്ട് ബാധിക്കാവുന്ന 2 നിയമമാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ 2 കാര്യങ്ങളാണ് ഇതിൽ സംസാരിക്കുന്നത്. ഞാൻ മെയിനായിട്ടും പൊതുവേ നമ്മൾ ഇവിടുന്ന് പഠിക്കാൻ പുറത്തോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മളുടെ ഫീസായിട്ട് നമുക്ക് പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യം ഉണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിന് താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 lakhsന് മുകളിൽ വരുന്ന എമൗണ്ടിന് എക്സ്ട്രാ പൈസ നമ്മൾ TCC ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു ലിമിറ്റ് ഇപ്പോൾ നാണയപ്പെരുപ്പും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ആ ഒരു ലിമിറ്റ് 10 lakhsന് പകരം അങ്ങനെയുള്ളൊരു ലിമിറ്റ് ഇപ്പോൾ 7 lakhsൽ നിന്ന് കൂട്ടി ഇപ്പോൾ 10 lakhs ആക്കി മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 lakhsന് മുകളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിന് മാത്രമേ ഇപ്പോൾ TCC ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഒരു ഓൺ ആൻ ആവറേജ് എല്ലാ വർഷാവർഷം നമ്മുടെ ഫീസ് കൂടുന്നതും അതുപോലെ തന്നെ നമ്മളുടെ എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യൻ കറൻസിയുടെ കുറയുന്നതും ഈ ഒരു 7 lakhsന് മുകളിലോട്ട് നമ്മുടെ ഫീ ട്രാൻസ്ഫറിൻ്റെ ഇതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് 10 lakhsൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഈ 10 lakhsന് താഴെ വരുന്ന ഒരു എമൗണ്ടിന് ഇനി മുതൽ നമ്മൾ TCC കൊടുക്കണ്ട, മറ്റുള്ള ട്രാൻസാക്ഷൻ ചാർജസ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റ്. രണ്ടാമത്തെ കാര്യം, ഇനി നമ്മളുടെ ട്യൂഷൻ ഫീസ് പേ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള എക്സ്പെൻസസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ ലോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പലപ്പോഴും സ്റ്റുഡൻസ് ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മുതൽ അങ്ങനെയുള്ള ഫീ ട്രാൻസ്ഫർ നമ്മളുടെ ഡയറക്റ്റ് എഡ്യൂക്കേഷൻ ലോണിൽ നിന്നാണ് ഫീ പേയ്മെൻറ്റ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിലും ഇവർക്ക് TCCയുടെ എക്സംഷൻ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പ്രധാന 2 നിയമമാറ്റങ്ങൾ ഈ ബഡ്ജറ്റിൽ സ്റ്റുഡൻസിന് പോസിറ്റീവായിട്ട് ഉള്ള 2 നിയമമാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ പഠന സംബന്ധമായ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ട്, വിദേശ പഠന സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.